ഒക്ടോബർ 1-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ കോർ സെക്ടർ ഔട്ട്പുട്ട് കുറഞ്ഞു, കഴിഞ്ഞ 42 മാസത്തിലെ ഏറ്റവും കുറവിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ആഗസ്റ്റ് 2024 ആഗസ്റ്റ് 2023 കമ്പയർ ചെയ്യുമ്പോൾ 1.8% ഒരു കുറവാണ്. ഇയർ ടു ഇയർ നോക്കുമ്പോൾ 1.2%. ആദ്യമായിട്ടാണ് ഫെബ്രുവരി 2021 ശേഷം, അതായത് COVID-19 ശേഷമുള്ള എക്കണോമിക് റിക്കവറിയിലെ ആദ്യമായിട്ടാണ് ഈ ഒരു കോർ സെക്ടർ ഇങ്ങനെ ഇയർ ടു ഇയർ ഡ്രോപ്പ് വരുന്നത് എന്നുള്ളതാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കോർ സെക്ടർ, അതായത് ഇന്ത്യൻ എക്കണോമിയുടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സെക്ടേഴ്സിൽ അതിൽ ഏറ്റവും കുറഞ്ഞത് ആഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കുറവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർ ടു ഇയർ നോക്കുമ്പോൾ അത് 1.8%. അപ്പോൾ കഴിഞ്ഞ 3-3.5 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇയർ ടു ഇയറിൽ ഇത്രയും താഴ്ചയിലേക്ക് പോകുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ 8 കോർ സെക്ടേഴ്സ് ആണുള്ളത്. 8 ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള, അടിസ്ഥാന സൗകര്യം ബേസ്ഡ് ആയിട്ടുള്ള 8 സെക്ടേഴ്സ് ആണുള്ളത്. അതിൽ 6 എണ്ണവും താഴോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇയർ ടു ഇയർ ഡിക്ലൈൻ വളരെ കൂടുതലാണ്. കോൾ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ കോളിൻ്റെ പ്രൊഡക്ഷൻ 8.1% ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും 5% കുറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെക്കുക, ഇലക്ട്രിസിറ്റി നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ യൂസ് ചെയ്യാണ്. ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു, അതിൻ്റെ ഉപയോഗം കുറഞ്ഞു പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽസ് ആക്ടിവിറ്റി കുറഞ്ഞു എന്നുള്ളതാണ്. അതേ സമയത്ത് തെർമൽ പവർ പ്ലാന്റുകളിൽ യൂസ് ചെയ്യുന്നതാണ്, കോളിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഗ്രോത്തും 4.5% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 26 മാസത്തിലെ ഏറ്റവും കുറവാണ്. സിമെൻറ്റ് പ്രൊഡക്ഷൻ 3%, അതായത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണങ്ങളിലും മറ്റുമൊക്കെ സിമെന്റിന്റെ ഉപയോഗം കുറയുന്നുണ്ട്. സിമെന്റ് പ്രൊഡക്ഷനും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഗ്രോത്ത് ബേസ് ആണ്. അതായത് ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2021, 22, 23 എന്നൊക്കെ പറയുമ്പോൾ ആ COVID-19 എന്നുള്ള ആ ഒരു എക്കണോമിക് റിക്കവറി, നമ്മുടെ എക്കണോമിയുടെ ഗ്രാഫ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വീണ് ഇങ്ങനെ റിക്കവറി ചെയ്യുന്ന ഈ ഒരു ഫേസ് വരെയാണ് 2023 ഉണ്ടായത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് സ്ലോ ആവുന്നതാണ് കാരണം എന്നുള്ളതാണ് പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഓവറോൾ നമ്മുടെ എക്കണോമി ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് ഇതിനെ കാണാം എന്നുകൂടി ഓതേഴ്സ് പറയുന്നുണ്ട്, വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരുമ്പോൾ, എഡിറ്റോറിയൽ അനാലിസിസ് വരുമ്പോൾ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു കോർ സെക്ടറിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് ഓർത്ത് വെക്കുക. ഓവറോൾ എക്കണോമിയിൽ ഒരു ചെറിയ നെഗറ്റീവ് ടെൻഡൻസി, ഒരു റിസസീവ് ടെൻഡൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അർബൻ കൺസംഷൻ കുറഞ്ഞതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT-യിൽ ഫീസ് അടക്കാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും ഫീസ് അടച്ചിട്ട് അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതി ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ അസാമാന്യമായിട്ടുള്ള അധികാരം, ആർട്ടിക്കിൾ 142 എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി പവർ ആണ് സുപ്രീം കോടതിയുടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നിയമപരമായിട്ടുള്ള തീയതി അവസാനിച്ചു, ബട്ട് സ്റ്റിൽ സുപ്രീം കോടതി ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വാർത്ത, എന്താണ് ആർട്ടിക്കിൾ 142, അത് പ്രകാരം സുപ്രീം കോടതിക്ക് എന്ത് അധികാരമാണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി അതുൽ കുമാർ എന്ന് പറയുന്ന ഒരു ദിവസവേതനക്കാരൻ്റെ മകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്കാണ് ഫീസ് അടക്കാൻ വൈകി. IIT ധൻബാദിലാണ് ഫീസ് അടക്കാൻ വൈകിയത് കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. കൂലിപ്പണിക്കാരനാണ്, ഡെയിലി വേജ് വർക്കറാണ്. 17,500 രൂപയാണ് ഫീസ് അടക്കാനുണ്ടായിരുന്നത്. അത് അടക്കാൻ വൈകിയത് കാരണം അഡ്മിഷൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സുപ്രീം കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി പവർ ആയിട്ടുള്ള ആർട്ടിക്കിൾ 142 പ്രകാരം അതുൽ കുമാറിന് ആ ഒരു ഫീസ് അടക്കാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയും ഫീസ് അടച്ച് അഡ്മിഷൻ തേടാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 142, എന്താണ് സുപ്രീം കോടതിയുടെ ഈ എക്സ്ട്രാ ഓർഡിനറി പവർ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ, ഭരണഘടനയിലെ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 142 ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. ഇത് സുപ്രീം കോടതിയുടെ ഒരു ഡിസ്ക്രിഷണറി പവർ ആണ്. അതായത്
നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നൽകാൻ പറ്റുന്നില്ല. സുപ്രീം കോടതിക്ക് ബോധ്യമാണ് അവിടെ നീതി നടപ്പിലാക്കണം. ബട്ട് സുപ്രീം കോടതിക്ക് നിലവിലെ നിയമങ്ങളോ നിലവിലെ സിസ്റ്റംസോ വെച്ചോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ അധികാരത്തിൻ്റെ പരിധി കടന്നുകൊണ്ട്, അവരുടെ ജൂറിസ്ഡിക്ഷൻ്റെ പരിധി കടന്നുകൊണ്ട് ഒരു ഓർഡർ ഇറക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോകുന്ന ഒരാൾക്ക് നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ അവകാശമാണ്, സുപ്രീം കോടതിയുടെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് മുകളിൽ പോകാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട്. ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി പവറിനെയാണ് ആർട്ടിക്കിൾ 142 പറയുന്നതായിട്ടുള്ളത്. അതായത് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ സുപ്രീം കോടതിക്ക് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള സംവിധാനങ്ങളെ ഓവർറൂൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പോകാനുള്ള ഒരു അധികാരമാണെന്ന് ഓർത്തുക. അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. ഭരണഘടന ഈസ് ദ സുപ്രീം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ളതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ IIT-യിൽ അവരൊരു ഡെഡ് ലൈൻ വെച്ചു. ഉദാഹരണത്തിന് ഓഗസ്റ്റ് 30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചു. അപ്പോൾ ഈ ഓഗസ്റ്റ് 30 എന്ന് പറഞ്ഞ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് അടക്കുന്നതിന് ഡെഡ് ലൈനാണ്. ബട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി കാരണം കൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ്, അതുപോലെ തന്നെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അവർക്ക് 17,500 രൂപ ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സുപ്രീം കോടതി പറയുകയാണ്, ഓക്കെ, അത് ഒരു ഈ ഡെഡ് ലൈൻ ഒരു 10 ദിവസം കൂടെ നീട്ടി കൊടുക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നത് എന്ന് സുപ്രീം കോടതി പറയുകയും അത്തരത്തിൽ ആ സുപ്രീം കോടതിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി ഡെഡ് ലൈൻ നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒന്ന് ഓർത്തുക. അപ്പോൾ സുപ്രീം കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട്, ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ബിയോണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പോകാൻ പറ്റുമോ? പറ്റില്ല. ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളുടെ ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142-ന്റെ പ്രത്യേകത എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ഫോട്ടോ വന്നതാണ്. പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് വന്നിട്ടുള്ള ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ആസാമിന്റെ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചും ഇതിൽ മെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എവിടെയാണ് പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1,500 രൂപയ്ക്ക്.